ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ചയിൽ വരാൻ പോകുന്ന കുറേ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഒരു അടിപൊളി ട്വിസ്റ്റൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം എല്ലാവരും അങ്ങ് അറിയാണ് കേട്ടോ. നമ്മുടെ മാളവികയാണ് ചതിക്കുന്നത് എന്നും കൂടെ നിന്ന് ജ്വല്ലറിയെ പറ്റിക്കുകയാണെന്നുള്ള വിവരവും നാഗേന്ദ്രയും മറ്റുള്ളവരും ഒക്കെ അറിയാണ്. അപ്പോൾ നാഗേന്ദ്രയ്ക്ക് അങ്ങ് പകയാകുകയാണ് കേട്ടോ മാളവികയോട്. അങ്ങനെ മാളവികയെ എങ്ങനെയെങ്കിലും തീർക്കണം, കൂടെ നിന്ന് ചതിച്ച് അവളെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഡേവിഡിനോട് പറഞ്ഞ് മാളവികയെ ഗുണ്ടകളെ കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഗോഡൗണിൽ എത്തിക്കുക. എന്നിട്ട് മാളവികയെ നേരിട്ട് കാണാൻ വരികയാണ് നമ്മുടെ നാഗേന്ദ്ര. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഈ വിവരങ്ങളെല്ലാം നമ്മുടെ ആദർശ് അവിടെ എത്തി അതിസാഹസികമായിട്ട് തന്നെ നമ്മുടെ മാളവികയെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയും കണക്കിന് നാഗേന്ദ്രയ്ക്ക് കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെ എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ പോവാണ് കേട്ടോ നമ്മുടെ മുത്തച്ഛൻ. അതിനുശേഷം ആദർശിനെ സ്വീകരിക്കുമോ, ആനന്ദപുരിയിലേക്ക് തിരിച്ചു വിളിക്കുമോ, അതുപോലെ തന്നെ അവന്തികയും അബിയൊക്കെ അവിടെ നടിച്ച് പുറത്താക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാതിരിക്കുന്നേ ഉള്ളൂ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. 100K അടിക്കാനായിട്ട് ഇനി കുറച്ച് പേരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതിനായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണേ. അത് നമുക്ക് കഥയിലേക്ക് പോകാം. അങ്ങനെ അവിടെ ആ കോമ്പറ്റീഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ പതിവ് പോലെ തന്നെ ജ്വല്ലറിക്കാർ പൊട്ടാൻ പോവാണ്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി തന്നെ ആ വിജയം കൈക്കലാക്കാൻ പോവാണ്. അങ്ങനെ ജഡ്ജസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെ ആ ഒരു നല്ല അടിപൊളി കളക്ഷനുകൾ അതെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാവുക. അപ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. അവർ നയനയെ വിളിച്ചിട്ട് നയനയെ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ഡിസൈനേഴ്സ് വിചാരിച്ചിട്ട് പോലും ഇതുപോലുള്ള ഡിസൈൻസ് അതൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നയനയ്ക്ക് വളരെ ദൈവികമായ ഒരു കഴിവുണ്ട് എന്ന് അവരങ്ങ് സമ്മതിക്കുകയാണ്. അപ്പം നയനെ ഇങ്ങനെ ഉയർത്തി പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് അനി മനസ്സിലാക്കുകയാണ്. അതേസമയം അവിടെ ഇരിക്കുന്നവർ നമ്മുടെ ഡേവിഡും അതുപോലെ തന്നെ അബിയും ഒക്കെ അങ്ങ് വല്ലാതാകാണ്. അബി മനസ്സിലിങ്ങനെ ആലോചിക്കുക, കണ്ടോ ഈ പ്രാവശ്യം അവൾ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. പുറത്തുനിന്ന് വരെ ഡിസൈൻസ് കൊണ്ടുവന്നു, എന്നിട്ട് ഒരു രക്ഷയില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുക. എന്നിട്ട് മാളവികയോട് ചോദിക്കുകയാണ് അബി, മാളവികയെ ഇത് നമുക്ക് കിട്ടുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാളവിക പറയും, തീർച്ചയായിട്ടും സാർ, നമുക്കിത് കിട്ടുക തന്നെ ചെയ്യും. നൈനാസ് കളക്ഷൻ അത്രയൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ വിദേശത്തു നിന്നൊക്കെ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അപ്പോൾ പിന്നെ അത് കിട്ടാതിരിക്കില്ല സാർ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. നവ്യ മനസ്സിലോർക്കാണ്, നയന ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡിസൈനുകളൊക്കെ ചെയ്തത്. ഈ അവസ്ഥയിലായിരുന്നിട്ട് പോലും അവൾ ഉറക്കമൊഴിച്ചിരുന്ന് ഇത് ചെയ്തതാ. അപ്പോൾ അവൾക്ക് തന്നെ കിട്ടണം, അല്ലെങ്കിലും അവൾക്ക് ദൈവികമായൊരു കഴിവൊക്കെ ഉണ്ട് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക. പക്ഷേ മുഖഭാവമൊക്കെ മാറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റിസൾട്ട് വരുമ്പോഴേക്കും ആ പ്രൈസ് കിട്ടുന്നത് നയനയ്ക്കാണ് കേട്ടോ. നയനാസ് കളക്ഷനും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കും എന്ന് അവർ അനൗൺസ് ചെയ്യാണ്. അങ്ങനെ അനിക്കും നയനയ്ക്കും ഒക്കെ ആയിട്ടൊരു ട്രോഫിയൊക്കെ അവാർഡും ഒക്കെ കൊടുക്കുകയാണ്. എല്ലാവരും കൂടെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അനിയെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടെ ഡിസൈൻ ചെയ്ത നയനയെ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുക. അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ആ മറുഭാഗത്ത് നിൽക്കുന്ന ഡേവിഡിനും അബിക്കും നല്ല ദേഷ്യം വരികയാണ്. അബിക്ക് അങ്ങ് കലി വന്നിട്ട് വയ്യ. അബി ഡേവിഡിനോട് പറയുക, കണ്ടില്ലേ ഇപ്രാവശ്യവും നമുക്ക് ചതി പറ്റിപ്പോയി. ഇതിനു മുമ്പ് 2 പ്രാവശ്യവും ഇതുപോലെ തന്നെ നമുക്ക് സംഭവിച്ചു. ഈ പ്രാവശ്യം ഇത് സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയാണ്, അതെ അബിസാറെ, കഴിഞ്ഞ പ്രാവശ്യവും അബിസാറ് തന്നെയാണ് കൂടെ വന്നത്, ഇപ്രാവശ്യവും അബിസാറ് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുമ്പം അബി ചോദിക്കുക, താൻ എന്താണോ പറഞ്ഞത്, ഞാൻ കൂടെ വന്നത് കൊണ്ടാണോ ഇത് സംഭവിച്ചത്? ഇവിടെ നല്ല ഡിസൈനേഴ്സിനെ കൊണ്ടുവരാതിരുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഡേവിഡ് പറയാണ്, അല്ല അബിസാറ് തന്നെയല്ലേ മാളവികയെ റെക്കമെൻഡ് ചെയ്തത്, ഞാൻ പറഞ്ഞാലേ വേറെ ആരെ കൂടിയെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന്. അപ്പോൾ അബിസാറ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മാളവിക നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, മാളവിക മതിയെന്ന്. അപ്പോൾ അബി പറയും, എടോ താൻ എന്നിട്ട് വിദേശത്തു നിന്നൊക്കെ ഉള്ള കുറേ ഡിസൈനുകളൊക്കെ കൊണ്ടുവന്നില്ലേ, എന്നിട്ട് അത് വല്ല ഇവിടെ ഫലവത്തായോ എന്ന് ചോദിക്കുമ്പം ഡേവിഡ് പറയുക, അതിനിപ്പം എൻ്റെ നേരെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അബിസാറെ, അവിടെ നയന നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നതാ. അങ്ങനെ നയന ആ മറുഭാഗത്ത് നിൽക്കുമ്പം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയാം.
അപ്പം അബിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ഇത് മൊത്തം കാണാനിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങ് അപ്രിസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാണാനേ പറ്റുന്നില്ല. അപ്പോൾ വെളിയിലേക്ക് അങ്ങ് ഇറങ്ങി പോവാണ് ഡേവിഡും അതുപോലെ തന്നെ അബിയും കൂടി. അങ്ങനെ അബി പറയാണ് ഡേവിഡിനോട്, ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം അനി അങ്ങ് ഉയർന്നു നിൽക്കുന്ന അവൻ്റെ മുന്നിൽ ഞാനങ്ങ് തോറ്റില്ലാണ്ടാവുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്കിനി രക്ഷയില്ലെന്നാണ് തോന്നുന്നത്. എത്രയൊക്കെ ചെയ്തിട്ടും അനന്തപുരിക്കാർ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഡേവിഡ് പറയുക, ശരിയാ, ഇനി മോൻ്റെ അച്ഛനോട് നാഗേന്ദ്ര സാറിനോട് ഞാൻ എങ്ങനെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് വിളിച്ചു പറയും? സാറ് നന്നായിട്ട് ദേഷ്യപ്പെടും. സാറിന് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന കാര്യമാണിത്. ഇതിപ്പോൾ നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങളാണ് ഇവരൊക്കെ കാരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ആ ഡീല് നമുക്ക് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നന്ദു ആണെങ്കിൽ കുറേ കള്ള സ്വർണം പിടിച്ചു എന്നെ അകത്തിട്ടു. അങ്ങനെ കോടികളുടെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സ്ഥലത്തെങ്കിലും നമുക്കൊന്ന് തലയുയർത്തി പിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം കയ്യിലിരുന്നേനെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനിയും നയനയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അനിയും നയനയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് അബി അങ്ങോട്ട് മാറി നടക്കുക. അപ്പോൾ ഉടനെ അനി വിളിക്കുക, അബി അവിടെ നിന്നടാന്ന് പറയാണ്. അപ്പോൾ അബി അവിടെ നിൽക്കുമ്പോൾ അനി അങ്ങോട്ട് മനഃപൂർവ്വം അങ്ങ് ചെല്ലുകയാണ്. ഒന്ന് കൊമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് തന്നെ അനി ചെല്ലുക. അപ്പം അനി പറയുന്നുണ്ട്, അല്ല നീ വലിയ വീരവാദമൊക്കെ അരച്ചു എൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുമെന്നും പറഞ്ഞു. എനിക്ക് യാതൊരു കഴിവുമില്ലെന്നല്ല നീ പറഞ്ഞത്. എന്നിട്ടിപ്പം ആരാടാ തല താഴ്ത്തി നിൽക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് അവിടെ അനന്തപുരിയിൽ ജീവിച്ചാൽ പോരായിരുന്നു. അപ്പോൾ അനന്തപുരിക്കാരുടെ ശത്രുക്കളായ AM ജ്വല്ലറിയുമായിട്ട് ചേർന്ന് എന്തൊക്കെയോ മലമറിക്കാമെന്ന് നീ വ്യാമോഹിച്ചു. അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുക. അപ്പോൾ ഉടനെ അബി പറയാ, എടാ നീ എല്ലാം കൊണ്ട് തികഞ്ഞെന്നൊന്നും നീ വിചാരിക്കണ്ട. ആദർശ് കണ്ടില്ലേ, എല്ലാം കൊണ്ട് തിരഞ്ഞ വീരനായിരുന്നു. എന്നിട്ട് മുത്തശ്ശൻ ഒരു നിമിഷം കൊണ്ട് അവനെ എടുത്ത് പുറത്തെത്തില്ലേ, അത് തന്നെയായിരിക്കും നിൻ്റെ വിധി എന്ന് പറയുക. ഓ ആയിക്കോട്ടെ, എൻ്റെ വിധി അതാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. എന്തിയടാ വിദേശത്തുനിന്ന് വരെ ഡിസൈൻസൊക്കെ കൊണ്ടുവന്നിട്ട് നിനക്കൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നനി പറയുക. അപ്പോൾ അബിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് എടാ എന്ന് പറഞ്ഞു വരുമ്പോൾ നയന് പറയുക, അനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തിനാ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വാ നമുക്ക് പോകാം, കഴിഞ്ഞത് കഴിഞ്ഞു, നമ്മൾ നമ്മുടെ ഭാഗം ശരിയായിട്ട് ചെയ്തില്ലേ, ഇനിയിപ്പോൾ സംസാരിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അനി കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എടത്തിയുടെ കഴിവ് കൊണ്ടൊന്നും മാത്രമാണ് നമുക്കിങ്ങനെ വിജയിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ തോറ്റു തുന്നം പാടിയേനെ. അതിനുള്ള ഒരവസരവും കളയില്ല AM ജ്വല്ലറിക്കാർ. ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റിയത് അതെനിക്കൊരു അഭിമാന നിമിഷം എടത്തി. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഡിസൈൻ ചെയ്ത് തന്നതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ എനിക്ക് അവൻ്റെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് എടത്തി എന്ന് പറയുക. അപ്പം നയന പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടാ, ഇതൊക്കെ എൻ്റെ കൂടി ഉത്തരവാദിത്തം അല്ലേ. എന്തായാലും ആ AM ജ്വല്ലറിക്കാർക്ക് പണി കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയല്ലേ അനി എന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പോവാണ്. അതേസമയം അബിയും ഡേവിഡും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അവന്തിക അബിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എങ്ങനെയാ ആർക്കാ പ്രൈസ് എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടി. ആ നയനിയും അനിയും എല്ലാം വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയുക. അപ്പോൾ അവന്തിയേക്കും അങ്ങ് ടെൻഷൻ ആവുകയാണേ. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഡേവിഡ് പറയുന്നുണ്ട്, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഒരു വിജയവും എത്തിപ്പെടാൻ പറ്റിയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയും ചതിയുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യയും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം നവ്യയുടെ മോഭാവം അങ്ങ് മാറുവാണ്. ഇവർ എന്നെങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നൊരു ഭാവം നവ്യയ്ക്കും വരികയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പുറംലോകം കാണാൻ പോകുന്നില്ല, കൊല വിളിക്കും അവരെ എന്ന് അഭി പറയാണ് കേട്ടോ. അപ്പം ഡേവിഡ് പറയാ, ശരിയാ, നാഗേന്ദ്ര സാറ് അങ്ങനെ ഒരാളെ കിട്ടിയ പിന്നെ വെച്ചേക്കല്ല, സാറിൻ്റെ പാരമ്പര്യം തന്നെ അതാണെന്ന് മനസ്സിൽ പറയാണ്. അപ്പം നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുക, സാറിൻ്റെ പാരമ്പര്യം തന്നെ അങ്ങാണ് പോലും, കാണിച്ചു തരാം, അവൻ തോറ്റ് തുന്നം പാടാൻ പോകുന്നേ ഉള്ളൂ, അവൻ്റെ പാരമ്പര്യം എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡേവിഡ് അവിടുന്ന് പോവാണ്. ഡേവിഡ് പോയി കഴിയുമ്പോഴേക്കും മാളവികയും അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മാളവിക ഇറങ്ങി പോവാണ്. അതേ സമയത്ത് അബിയും നവ്യയും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഡേവിഡ് നേരെ പോകുന്നത് നാഗേന്ദ്രയെ കാണാനായിട്ടാണ്. അതുപോലെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മാളവികയാണെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ നേരെ പോയി ആദർശിനെയാണ് കേട്ടോ കാണുന്നത്. നയനയും അതുപോലെ തന്നെ അനിയും കൂടി ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആദർശിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ മാളവിക. അങ്ങനെ ആദർശും മാളവികയും കൂടി ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശ് മാളവികയോട് പറയുന്നുണ്ട്, മാളവിക നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല അഭിനയമായിരുന്നു. മാളവികയുടെ ഒറ്റ ഒരു സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് നേടാൻ പറ്റിയത്. അവിടെ ചെയ്ത ഡിസൈനുകളെക്കാളും മെച്ചപ്പെട്ട ഡിസൈനുകൾ നയനയ്ക്ക് ചെയ്യാൻ സാധിച്ചത് മാളവിക കാരണമാണെന്ന് പറയാണ്.
അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ശരിയാ സാറ്, നന്നായിട്ടുണ്ട്. ഏതായാലും മൂർത്തീസ് ജ്വല്ലറിക്ക് ഇങ്ങനെയൊരു അവാർഡ് വാങ്ങിക്കൊടുക്കാൻ എന്നെ കൊണ്ടൊക്കെ സാധിച്ചെങ്കിൽ, അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ആകാൻ എനിക്ക് പറ്റിയെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നയന മേഡത്തിൻ്റെ ഡിസൈനുകളെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാനല്ല, മറ്റാരെയും ജ്വല്ലറിക്ക് വേണ്ടി ഡിസൈൻ ചെയ്താലും നയന മേഡത്തിൻ്റെ ഡിസൈനുകളൊന്നും കിടപിടിക്കാനുള്ളതാവില്ല എന്നൊക്കെ പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല, മാളവികയുടെ ഈ സ്പൈ വർക്കിനെ കുറിച്ചിട്ട് അവൻ ആ അബിയോ ആ ഡേവിഡോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ മാളവികയ്ക്ക് ഒരു കാര്യം അറിയാവോ, ആ അബി എന്ന് പറയുന്നവൻ്റെ അച്ഛനാണ് ഈ നാഗേന്ദ്ര എന്ന് പറയുന്നവൻ. അവനാണ് ശരിക്കും AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ എന്നാ തോന്നുന്നത്. നേരത്തെ വീട്ടിൽ നിന്ന് മുത്തശ്ശൻ അടിച്ചിറക്കി വിട്ട അബിയുടെ അച്ഛൻ. അയാൾ എവിടെയോ പോയി കുറേ പണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വന്നത് തന്നെ മൂർത്തീസ് ജ്വല്ലറിയോടും അനന്തപുരിക്കാരോടുമുള്ള ആ ഒരു പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ്. അയാൾ എവിടെയോ മറഞ്ഞിരിക്കുകയാണ്. അയാളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുക. അപ്പം മാളവിക പറയുന്നുണ്ട്, ശരിയാ, അത് തന്നെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കൈ കൊടുക്കുകയാണ്. ഈ കറക്റ്റ് സമയത്താണ് നമ്മുടെ ഡേവിഡ് അതുവഴി കാറിൽ പോകുന്നത്. അപ്പോൾ ഡേവിഡ് കാണുകയാണ് കേട്ടോ മാളവികയും ആദർശും കൂടി കൈ കൊടുക്കുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ ഡേവിഡ് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ ഡേവിഡിന് മനസ്സിലാകാണ് ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. മാളവിക അവിടെ കയറി കൂടിയിരിക്കുന്നത് ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നും ആദർശിൻ്റെ കൂടെയുള്ള ആൾ തന്നെയാണ് മാളവിക എന്നും മാളവികയാണ് ഇവിടുത്തെ വിവരങ്ങളെല്ലാം ചോർത്തി മൂർത്തീസ് ജ്വല്ലറിക്ക് കൊടുക്കുന്നതെന്നും മനസ്സിലാകുക. ഡേവിഡ് മനസ്സിലോർക്കുക, എടി ഭയങ്കരി മാളവികയെ, അപ്പം ഞങ്ങളെ എല്ലാവരെയും നീ ഒറ്റയടിക്ക് അങ്ങ് പറ്റിക്കുകയായിരുന്നല്ലേ. നീയും ആദർശും തമ്മിലുള്ള നല്ല ബന്ധമാണല്ലേ. അപ്പോൾ ആദർശിൻ്റെ കളിപ്പാവയായിട്ടാണ് നീ അവിടെ കയറി കൂടിയത്. ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഈ വിവരം എങ്ങാനും നാഗേന്ദ്ര സാർ അറിയുകയാണെങ്കിൽ നിന്നെ ഭൂമിക്ക് മീതെ വെച്ചേക്കലടി. നിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിന്റെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിൽ പറയുകയാണ് കേട്ടോ നമ്മുടെ ഡേവിഡ്. എന്നിട്ട് ഉടനെ തന്നെ ഡേവിഡ് വിളിക്കുകയാണ് നാഗേന്ദ്രയെ വിളിച്ചിട്ട് നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, സാറേ, ആ മാളവിക അവൾ നമ്മളെ ചതിക്കുമായിരുന്നു. നമുക്ക് ഈ ഡീല് നഷ്ടപ്പെട്ടു, ഈ ഒരു അവാർഡ് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര ഇതറിഞ്ഞ് ജ്വലിച്ച് നിൽക്കുന്ന സമയമാണ്. നാഗേന്ദ്ര ചോദിക്കുക, എന്താ ഡേവിഡ് ഈ പറയുന്നത്? അതെ, നമുക്ക് ഈ അവാർഡ് കിട്ടിയില്ല, പകരം മൂർത്തീസ് ജ്വല്ലറിക്കാണ് കിട്ടിയത്. നാണം കെട്ട് നാറിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുക, സഹിക്കാൻ പറ്റത്തില്ല, ഇതെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഞാനിരുന്നത്. ഓരോ നിമിഷവും മൂർത്തീസ് ജ്വല്ലറിയുടെ മുമ്പിൽ നമ്മൾ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുക, അതിനൊക്കെ കാരണമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മളെ ചതിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുക. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, ആരെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരുന്നത്? അതിന് ധൈര്യമുള്ള ആരാ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, അത് മറ്റാരുമല്ല, ആ മാളവിക, അവൾ ആദർശിൻ്റെ ആളാണെന്ന് പറയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ നാഗേന്ദ്രൻ ഞെട്ടിപ്പോവാണ്. മാളവികയോ, നിങ്ങളെല്ലാവരും കൂടെ സെലക്ട് ചെയ്ത ആ ഡിസൈനറോ അവൾ ആദർശിൻ്റെ ആളായിരുന്നെന്നോ? അതെ, അവൾ ആദർശിൻ്റെ ആളായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആദർശും അവളും കൂടി സംസാരിക്കുന്നതും വളരെ സന്തോഷത്തിൽ മറ്റെന്തോ ഡീൽ ഉറപ്പിച്ച് കൈ കൊടുക്കുന്നതും. അപ്പോൾ പിന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അവൾ ആദർശിൻ്റെ ആളാണെന്നുള്ളതല്ലേ. അല്ലെങ്കിൽ ഈ മത്സരത്തിൽ തോറ്റ് തുന്നം പാടി ഉടനെ തന്നെ അവൾ നേരെ പോയി ആദർശിനെ കാണുമോ? ഇക്കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ചിരിക്കുമോ? അപ്പോൾ നമ്മളെ അങ്ങ് പറ്റിക്കുകയായിരുന്നു, അവൾ ചതിക്കുകയായിരുന്നു എന്ന് പറയുക. അപ്പോൾ ഡേവിഡ് പറയുക, ചതിക്കുകയായിരുന്നല്ലേ. അവൾ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഇനി ഈ ഭൂമിക്ക് മേളിൽ ഉണ്ടാവില്ല. അവളെ അങ്ങ് തീർത്ത് കളയണം. ഇതിനു മുമ്പും നമ്മളെ ചതിച്ചവരെയെല്ലാം നമ്മൾ തീർത്ത് കളയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ മാളവികയുടെ സമയവും എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാളവികയെ ഉടനെ നമുക്ക് കസ്റ്റഡിയിൽ എടുക്കണം. ഞാൻ നേരിട്ട് വന്ന് അവളെ കണ്ട് സംസാരിച്ച് അവളെ തീർക്കും. അവളുടെ യജമാനായ ആദർശ് തേടുന്നത് എന്നെയാണെന്ന് അവൾ അറിയണം. അതിനുശേഷം വേണം അവൾ മരിക്കാൻ, ഈ രഹസ്യം ആദർശിനെ അറിയിക്കുന്നതിന് മുൻപ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഡേവിഡ്. ശരി സാർ, ഉടനെ തന്നെ ഞാൻ അവളെ കസ്റ്റഡിയിലെടുക്കാം. നമ്മുടെ ആളുകളെ വിട്ട് അവളെ തട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഗോഡൗണിൽ എത്തിക്കാം സാറേ എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാം, ശരി, അവളെ അവിടെ എത്തിക്കും. ഓരോന്നിനും എണ്ണി കണക്ക് പറഞ്ഞ് അവളെ എൻ്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം. ഞാൻ അവിടെ എത്താമെന്ന് പറയാം. അങ്ങനെ ഡേവിഡ് അതിനു വേണ്ടിയിട്ട് അബിയെ വിളിക്കുകയാണ്. ആ സമയത്ത് കാറിൽ അബിയും നവ്യയും കൂടെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയം അബിയെ വിളിക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, അബി സാറേ, ഒരു കാര്യം പറയാനുണ്ട്. ആ മാളവികയുണ്ടല്ലോ, അവളാണ് നമ്മളെ ചതിച്ചത്. അവൾ ആ ആദർശിൻ്റെ ആൾ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അബി ഞെട്ടിപ്പോവുക. മാളവികയോ? ഒരിക്കലുമില്ല, മാളവിക അങ്ങനെയൊന്നും ചെയ്യില്ലെന്നേ എന്ന് പറയുകയാണ് അബി. അപ്പോൾ ഡേവിഡ് പറയാം, അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവൾ
ആദർശുമായിട്ട് സംസാരിക്കുന്നതും എന്തൊക്കെയോ പറഞ്ഞ് സന്തോഷിച്ച് ചിരിക്കുന്നതും പരസ്പരം കൈ കൊടുക്കുന്നതും ഒക്കെ അതിൻ്റെ അർത്ഥം എന്താ? അവൾ നമ്മളെ ചതിക്കുകയായിരുന്നെന്നല്ലേ? ഞാൻ ഈ വിവരം നാഗേന്ദ്ര സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വേണ്ടത് ചെയ്തോളാൻ നാഗേന്ദ്ര സാറ് പറഞ്ഞിട്ടുണ്ട്. അവളെ ഉടനെ തന്നെ നമ്മുടെ കൊട്ടേഷൻ്റെ ആളുകൾ തട്ടിക്കൊണ്ട് ഗോഡൌണിൽ കൊണ്ടുവരും. നാഗേന്ദ്ര സാറ് നേരിട്ടെത്തി അവളെ അങ്ങ് തീർക്കും. ചതിക്ക് ചതി തന്നെയല്ലേ ചെയ്യേണ്ടത്. നമ്മളെ ചതിച്ച് അവൾ ഇനി ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഡേവിഡ് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഭി പറയാം, സത്യമാണോ ഡേവിഡ് ഈ പറയുന്നതൊക്കെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും മാളവിക ഇങ്ങനെ ചെയ്യുമെന്നോ? അവൾ ചതിക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ കയറി കൂടിയതാണെന്നോ? ആദർശിന് ഇത്രയധികം ബുദ്ധിയൊക്കെ ഉണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഡേവിഡ് പറയാണ്, ഉണ്ട്, ആദർശിന് ബുദ്ധിയുണ്ട്. നിങ്ങളുടെ മുത്തശ്ശൻ്റെ അതേ കൂർമ്മ ബുദ്ധി സാറിനില്ലാതെ പോയതും അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആദർശ് ഇങ്ങനെ കളിച്ച് മുന്നേറുന്നത്. അത് അവസാനിപ്പിക്കണം നമുക്കെന്ന് പറയാം. അപ്പം ഉടനെ തന്നെ അഭിയും പറയാം, ശരിയാ, വേണ്ടത് ചെയ്യാം, ഞാനും അങ്ങോട്ട് എത്താം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്. നവ്യ ഇത് അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. നവ്യ ചോദിക്കുന്നുണ്ട് അഭിയോട്, അല്ലേ എന്താ അഭി, എന്താ മാളവികയുടെ കാര്യമൊക്കെ പറഞ്ഞത്? അത് മാളവികയുടെ കാര്യം, മാളവിക നമ്മളെ ചതിക്കുകയായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആളല്ല അവൾ ആദർശിൻ്റെ കയ്യാളാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അവളാണ്. എല്ലാ രഹസ്യവും ചോർത്തി കൊടുക്കാൻ ആദർശം നിർത്തിയിരിക്കുന്ന ആളാണെന്ന്. പിന്നെ നമ്മൾ ഏത് ഡീൽ സ്വന്തമാക്കും, ഏത് കോമ്പറ്റീഷനിൽ വിജയിക്കും? അവളല്ലേ ചീഫ് ഡിസൈനർ. ഇത് ഡേവിഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അവൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുക. അപ്പോൾ ഉടനെ നവി ചോദിക്കുക, നിങ്ങളോ? അവളങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അവൾക്ക് ശിക്ഷ കൊടുക്കണം, അത് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ശിക്ഷ കൊടുക്കുമെന്നോ? എന്ത് ശിക്ഷ കൊടുക്കാൻ അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാണ്, അതൊക്കെയുണ്ട്, അവളെ തീർക്കും എന്ന് പറയാണ്. അപ്പം നവി പറയാ, അവളെ തീർക്കാനോ? അങ്ങനെ തീർക്കാൻ പറ്റുന്ന കാര്യമാണോ? അബി നീ വേറെ എന്തെങ്കിലും പറ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും, ജയിലിൽ കിടക്കേണ്ടി വരും. അതൊന്നും എനിക്കും കുഞ്ഞിനെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നീ പോകണ്ടെന്ന് പറയാ. അപ്പോൾ അബി പറയാ, എടി ഞാനല്ലടി ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊരാളുണ്ട്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരാൾ ജ്വല്ലറിയുടെ പിന്നിൽ ജ്വല്ലറിയുടെ MD ഉണ്ട് എന്ന് പറയുമ്പം നവി ചോദിക്കുക, അത് ഡേവിഡ് സാറല്ലേ? ഡേവിഡ് ഒന്നും അല്ല, വേറെ ആളുണ്ട്. അദ്ദേഹമാണ് ഇത് നടത്താൻ പോകുന്നത്. അവളുടെ അന്തിമ വിധി നടപ്പാക്കുന്നത് അദ്ദേഹമാണ്. നീ ഇതൊന്നും ചിന്തിക്കാനും പറയാനും ആരോടും സംസാരിക്കാനും ഒന്നും പോകണ്ട. കാര്യങ്ങളൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് നടക്കും. എനിക്ക് ഒരിടം വരെ ഒന്ന് പോകണം. അതുകൊണ്ട് നീ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോയിക്കോ എന്ന് പറയാണ്. എന്നിട്ട് നവ്യ അവിടെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അതേസമയം നവ്യ മനസ്സിലാലോചിക്കുകയാണ്, ദൈവമേ, ഇപ്പോൾ ആ മാളവികയെ അവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും. അവിടെ ചെന്നാൽ അവളെയായ അവർ തീർക്കും. അതിനു മുമ്പ് ഈ വിവരം എങ്ങനെയെങ്കിലും ആദർശിനെ അറിയിക്കണം. ആദർശിനെ അറിയിച്ച് എങ്ങനെയെങ്കിലും ആ മാളവികയെ രക്ഷിക്കണം. അതിനെന്തോ ഒരു മാർഗം എന്നിങ്ങനെ ആലോചിക്കുക. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കൂട്ടുകാരിയെ വിളിക്കുകയാണ് കേട്ടോ നവ്യ. കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ കൂട്ടുകാരി വളരെ സന്തോഷത്തിൽ വന്നിട്ട് പറയാം, നവ്യ, ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് തന്നെ കിട്ടിയല്ലേ? ആ ഒരു അവാർഡ് നയനയ്ക്ക് തന്നെ കിട്ടിയല്ലേ? നല്ല കാര്യം, നമ്മൾ കളിച്ച പോലൊക്കെ തന്നെ ആവുന്നുണ്ട് കേട്ടോ നവ്യെ. നീ കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് കിട്ടിയത്. അതുകൊണ്ട് നീ ചിലവ് ചെയ്യണം കേട്ടോ എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചിലവ് ചെയ്യാൻ വേണ്ടിയല്ല നിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. അതിലും അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, അതിനുകൂടി നീ എന്നെ സഹായിക്കണം എന്ന് പറയാം. അല്ല എന്താ നവ്യെ എന്ന് ചോദിക്കുക. അതെ, ആദർശേട്ടനെ നീ ഒന്ന് വിളിച്ച് കാര്യം പറയണം. അവരാ മാളവിയെ കൊല്ലാൻ വേണ്ടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവളെ അവർ തീർക്കാനാണ് വിചാരിക്കുന്നത്. അവരുടെ ഗോഡൗണിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ആദർശേട്ടനെ നീ നേരെ ഒന്ന് അറിയിക്കണം എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, ശരി, ഞാൻ അറിയിക്കാം, ആദർശനെ അറിയിക്കാമെന്ന് പറഞ്ഞ് ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മാളവികയെ അറിയാമല്ലോ, മാളവിക ജ്വല്ലറിയിലെ ഡിസൈനർ. മാളവികയെ കുറേ പേര് കൂടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതും ജ്വല്ലറിക്കാർ തന്നെയാണ്. അവരെ ചതിച്ചു എന്ന് അവർക്കത് മനസ്സിലായത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഗോഡൗണിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ വെച്ച് മാളവികയെ തീർക്കാനാണ് അവരുടെ പ്ലാൻ. അതുകൊണ്ട് എത്രയും വേഗം മാളവികയെ രക്ഷിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ എന്ന് ചോദിക്കും. അതെ, സത്യമാണ്. നിങ്ങളെ പല കാര്യങ്ങളും ഇതുപോലെ വിളിച്ചറിയിച്ചിട്ടുള്ളത് ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വെൽവിഷറാണെന്ന് വിചാരിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ എത്രയും വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ മാളവികയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എങ്ങനെയും മാളവികയെ രക്ഷിക്കണമല്ലോ. ആ സമയത്ത് കുറേ ഗുണ്ടകൾ മാളവികയെ തട്ടിക്കൊണ്ട് പോയി ആ ഗോഡൗണിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഡേവിഡ് ഉണ്ട്, അഭിയുണ്ട്. ഡേവിഡും അഭിയും മാളവികയെ മാറി മാറി ചോദ്യം ചെയ്യാണ്. മാളവികയെ അടിക്കുകയാണ് ഡേവിഡ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താണ് വിചാരിച്ചത്? നിനക്ക് ഞങ്ങളെ ചതിച്ചിട്ട് ആദർശിനെ രക്ഷിക്കാവുന്നോ? എത്ര നാൾ നിനക്ക് ഞങ്ങളെ ചതിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റുമെന്നാണ് നീ വിചാരിച്ചത്? ഇതോടുകൂടി നിന്റെ ചതി അവസാനിച്ചു, നിന്റെ ജീവിതം അവസാനിച്ചടി. ഒരാളിപ്പോൾ എത്തും, നീ ആ കാത്തിരുന്നാൾ, നീയും നിന്റെ ആദർശമൊക്കെ അയാൾ നിന്നെ തീർക്കുന്നത്. അതുവരെ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് മാളവികയെ അടിച്ച് ശരിയാക്കിയൊക്കെ ഇരുത്തിയിരിക്കുക.
ആ സമയത്ത് ആദർശ് പാഞ്ഞു വരികയാണ്. അപ്പം ആദർശ് വരുന്നതിന് മുൻപ് തന്നെ നാഗേന്ദ്ര അവിടെ എത്തുന്നുണ്ട് കേട്ടോ. നാഗേന്ദ്ര നേരെ മാളവികയെ തീർക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുക. എത്തി കാറിൽ വന്ന് ഇറങ്ങി നേരെ ഗോഡൗണിൽ ചെല്ലുകയാണ്. ഗോഡൗണിൽ ചെല്ലുമ്പോൾ മാളവിക പേടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ചെല്ലുന്ന കണ്ട് നോക്കിയിരിക്കുമ്പോൾ പറയാ, എന്താടീ നോക്കുന്നത്? നിനക്ക് മനസ്സിലായി എന്നെ? നിന്റെ കാലനാ ഞാൻ. നീയും ആദർശവും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ആള്. ആദർശ് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ആടി ഇരുന്നത്. ഇപ്പം നീ കണ്ടില്ലേ എന്നെ? ഇനി നിനക്കിത് ആദർശനോട് പറയേണ്ടി വരികയല്ല. നിന്നെ കൊല്ലാൻ വേണ്ടിയാടി ഞാൻ എത്തിയത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് മാളവിയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയോ ഒരു തോക്കെടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ആദർശ് അങ്ങോട്ട് കയറി വരികയാണ്. ആദർശ് വന്നിട്ട് എല്ലാവരെയും ഇടിച്ച് വീഴ്ത്തുക. കുറേ പേരുണ്ട് ഗുണ്ടകളൊക്കെ ആയിട്ട്. ആദർശ് ഓടി വന്ന് നാഗേന്ദ്ര അടുത്ത് വരുമ്പോൾ നാഗേന്ദ്ര പെട്ടെന്ന് ഞെട്ടിപ്പോവുക. ആദർശ് ഇപ്പം നാഗേന്ദ്രയെ കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇറങ്ങി ഓടുകയാണ് നാഗേന്ദ്ര. പുറകെ ആദർശ് എന്ന് കുത്തന് പിടിച്ച് 4 എണ്ണം കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് അറിയായിരുന്നു. നീ മാളവികയെ തൊടുക പോലും ചെയ്യില്ല. നീ ഞങ്ങളുടെ കുടുംബത്തെ അനന്തപുരിയെ അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി വന്ന ശത്രു നീയാണെന്ന് അറിയായിരുന്നു. നീ ഇവിടെ നിന്ന് നല്ല രീതിയിൽ പോകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആദർശ് അടിച്ച് ശരിയാക്കുന്നുണ്ട് നമ്മുടെ നാഗേന്ദ്രയാണെങ്കിൽ അടി കൊണ്ട് വരണ്ട് നിൽക്കുകയാണ്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. നാഗേന്ദ്രയുടെ മുഖംമൂടി അങ്ങ് വലിച്ചു കീറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്